2025 നടക്കാൻ പോകുന്ന US സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള അടിസ്ഥാന ശാസ്ത്രത്തിലെ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം ഉണ്ടാകുന്ന നേത്രരോഗം ഏതാണ്? തിമിരം. ലോക ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 14. പ്രകാശത്തിൻ്റെ പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണം. ഒരു സമതല ദർപ്പണത്തിൽ തട്ടി പ്രതിഫലിച്ചു പോകുന്ന പ്രകാശരശ്മിയുടെ പ്രതിപതന കോൺ 90 ഡിഗ്രിയാണ്. ഈ രശ്മിയുടെ പതനകോൺ എത്രയാണ്? ഉത്തരം 90 ഡിഗ്രി. ഓസോണിൻ്റെ ശോഷണത്തിന് കാരണമായ വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഏത് വാട്ടർ സാമ്പിളിലാണ് ചുണ്ണാമ്പ് ചേർക്കേണ്ടത്? pH 5 ആയിട്ടുള്ള വാട്ടർ സാമ്പിളിലാണ് ചുണ്ണാമ്പ് ചേർക്കേണ്ടത്. ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡാണ് ആഗോളതാപനത്തിന് കാരണം. വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത പച്ചക്കറികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ: തേയില, ചീര, വെണ്ട, പയർ. ഉത്തരം തേയിലയാണ്. ജന്തുക്കൾ വഴി പകരുന്ന രോഗം ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ: പേ വിഷബാധ, ടൈഫോയിഡ്, ക്ഷയം, ചിക്കൻ ബോക്സ്. ഉത്തരം പേ വിഷബാധയാണ് ജന്തുക്കൾ വഴി പകരുന്നത്. സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? MJ ഷ്ലൈഡൻ. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ഒറൈസ സറ്റീവ എന്നതാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ഏതാണ്? സൂചകങ്ങൾ. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെ വിളിക്കുന്ന പേര് എന്താണ്? ഇടവിള, ഇന്റർ ക്രോപ്പിംഗ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു മൂലകം ഏതാണ്? നൈട്രജനാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: മാലിക, ശ്വേത, അന്നപൂർണ, അക്ഷയ. ഉത്തരം അന്നപൂർണയാണ് സങ്കരയിനം നെല്ലിനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? പ്രകീർണനം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളത്. കൃത്രിമ പരാഗണം നടത്തി അനുഗുണമായ വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ പറയുന്നത് എന്താണ്? വർഗസങ്കരണ, ഹൈബ്രിഡൈസേഷൻ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകൾ ഏതാണ്? റൈസോബിയം ബാക്ടീരിയ. പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന വസ്തുവിൻ്റെ നിറം എന്താണ്? വെള്ളയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന നിറം. ലോകാരോഗ്യ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷി മന്ത്രി ആരാണ്? P. പ്രസാദാണ് ഇപ്പോഴത്തെ കൃഷിമന്ത്രി. എന്താണ് ZBNF എന്ന് പറയുന്നത്? സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നതാണ് ZBNF. ഒരു മരുഭൂമി എന്നതിലുപരി ഭൂമിയെ കൃഷിയോഗ്യമാക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ്?
ഫുക്കുവോക്ക. കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ആവർത്തന പ്രതിപതനം, റിഫ്ലക്ഷൻ എന്ന് പറയും. അന്താരാഷ്ട്ര ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22-നാണ് ഇൻ്റർനാഷണൽ എർത്ത് ഡേ. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? മെർക്കുറിയാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ഉപ്പിൻ്റെ രാസനാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? സോഡിയം ക്ലോറൈഡാണ് ഉപ്പിൻ്റെ രാസനാമം. ഉപ്പുവെള്ളത്തിലിട്ട മാങ്ങ ചുരുങ്ങുന്നതിന് കാരണം എന്താണ്? മാങ്ങയിലെ ജലാംശം ഉപ്പുവെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് മാങ്ങ ചുരുങ്ങുന്നതിന് കാരണം. താഴെ പറയുന്നവയിൽ പ്രിസർവേറ്റീവ് അല്ലാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: അമോണിയം ക്ലോറൈഡ്, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, സോഡിയം ബെൻസോയേറ്റ്. ഉത്തരം അമോണിയം ക്ലോറൈഡാണ് പ്രിസർവേറ്റീവ് അല്ലാത്തത്. അടച്ചു വയ്ക്കാതെ വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് അടച്ചു വെക്കാതെ വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്. തുരിശ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാസപദാർത്ഥം ഏതാണ്? കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ് എന്നറിയപ്പെടുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ് സസ്യങ്ങളുടെ ശ്വസന വാതകം. ജന്തുശരീരം കോശങ്ങളിൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? തിയോഡർ ഷാനാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ജന്തുകോശത്തിൽ കാണപ്പെടാത്തത് ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻസ്: കോശദ്രവ്യം, മർമ്മം, ഹരിതകം, മൈറ്റോകോൺട്രിയ. ഉത്തരം ഹരിതകമാണ് ജന്തുകോശത്തിൽ കാണപ്പെടാത്തത്. വേട്ടക്കാരൻ നക്ഷത്രഗണവുമായി ബന്ധപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ് ചോദ്യം. ഓറിയോൺ, തിരുവാതിര, റീഗൽ, ശുക്രൻ. ഉത്തരം ശുക്രനാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് ഏതാണ്? സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ എല്ല്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ്? ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി. ആഗോളതലത്തിൽ ഹരിത വിപ്ലവം ആവിഷ്കരിച്ചത് ആരാണ്? നോർമൻ ഇ ബോർലോഗ്. അന്താരാഷ്ട്ര പ്രകാശ വർഷമായി ആചരിച്ചത് എന്നാണ്? 2015-ലാണ് അന്താരാഷ്ട്ര പ്രകാശ വർഷമായി ആചരിച്ചത്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കേരള സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി അറിയപ്പെടുന്നത് ആരാണ്? ശ്യാം ശരൺ നേഗി ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. വീണ്ടും തുടർന്നും എല്ലാ കൂട്ടുകാരും വീഡിയോ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണാം.